ഹലോ ഒരുവൺ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് സ്ട്രക്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ മേജറായിട്ട് രണ്ട് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് മാർക്കറ്റിന്റെ ട്രെൻഡ്, രണ്ടാമത് മാർക്കറ്റിന്റെ വൊളറ്റാലിറ്റി. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെയറിൽ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, അത് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക. നമ്മൾ ഏതൊരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒപ്പം മാർക്കറ്റ് സ്ട്രക്ചർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ എങ്ങനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു മാർക്കറ്റ് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇതേപോലെയൊക്കെ ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ഒരു റാൻഡം ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഡയറക്ഷൻ എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് മനസ്സിലാകണമെന്നില്ല. ഓക്കെ, പക്ഷേ നമ്മളൊരു മാർക്കറ്റ് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കാണാൻ പറ്റും. മാർക്കറ്റ് ചില സമയങ്ങളിൽ കൃത്യമായിട്ട് ഈ ഒരു ഡയറക്ഷൻ പിടിച്ചുകൊണ്ട് ഇതേപോലെയുള്ള മൂവ്മെന്റും അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതേപോലെയുള്ള ഒരു മൂവ്മെന്റും മാർക്കറ്റിൽ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതേപോലെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ്, ഇതേപോലെ ഒരു ബെയറിഷ് മൂവ്മെന്റ്. ഓക്കെ, സോ ഇത്തരത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ പ്രൈസ് നന്നായിട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്, ഇവിടെ പ്രൈസ് നന്നായിട്ട് ഡിക്രീസ് ആവുന്നുണ്ട് അല്ലെ. ഇവിടെ കൂടുന്നുണ്ട്, ഇവിടെ കുറയുന്നുണ്ട്. സോ ഇതാണ് ട്രെൻഡിങ് മാർക്കറ്റിന്റെ ഒരു അടയാളം. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഇതൊരു ബുള്ളിഷും, ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഇതിനെ ബെയറിഷ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ജനറലി നമ്മൾ ജസ്റ്റ് ചുമ്മാ മാർക്കറ്റ് നോക്കുമ്പോൾ. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ഒരു മാർക്കറ്റ് കണ്ടു. അപ്പൊ ഈ മാർക്കറ്റിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിലെ ട്രെൻഡ് റിവേഴ്സ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചുകളാണ്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഈ മാർക്കറ്റ് സ്ട്രക്ചറിനെ പ്രോപ്പർ ആയിട്ടൊന്ന് അതിന്റെ ലെവൽസിനെയൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. സോ ഇവിടെ മാർക്കറ്റ് ഇത്തരത്തിൽ ബുള്ളിഷ് പോകുന്നുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ മാർക്കറ്റിൽ മൾട്ടിപ്പിൾ സ്വിങ്ങുകൾ ക്രിയേറ്റ് ആവും. അപ്പൊ ഈ സ്വിങ്ങുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ക്രിയേറ്റ് ആവുന്ന ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ബേസിക്കലി സ്വിങ്ങുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് മൂവ്മെന്റിൽ നമുക്ക് മേജർ ആയിട്ട് 4 രീതിയിലുള്ള സ്വിങ്ങുകളായിരിക്കും ഉണ്ടാവുക. നോർമലി ഒരു ഹൈ ഉണ്ടാവും. ഓക്കെ, ഹൈ, അതായത് നമ്മൾ എച്ച് നിടുന്നു. പിന്നെ ഒരു ലോ ഉണ്ടാവും. ഹൈ ഉണ്ടാവും, ലോ ഉണ്ടാവും, പിന്നെ ഉണ്ടാവുന്നത് ഹയർ ഹൈ, അതുപോലെ തന്നെ ഹയർ ലോ. അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡ് മാർക്കറ്റിൽ നിലനിൽക്കുമ്പോൾ മാർക്കറ്റിൽ പൊതുവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആണ് എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്ന രണ്ട് കാരണങ്ങളാണ് ഹയർ ഹൈയും ഹയർ ലോയും. ഈ ഹയർ ഹൈയും ഹയർ ലോയും ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ബെയറിഷിലേക്ക് വരാം. അപ്പൊ ബെയറിഷിലേക്ക് വരുമ്പോൾ ലൈക്ക് ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 പ്രധാനപ്പെട്ട സ്വിങ്ങുകളായിരിക്കും ഉണ്ടാവുക. ഒന്ന് നമ്മളെപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഹൈ, രണ്ടാമത്തത് ലോ, മൂന്നാമത്തത് ലോവർ ലോ, നാലാമത്തത് ലോവർ ഹൈ. ഓക്കെ, ഹൈ, ലോ, ലോവർ ലോ, ലോവർ ഹൈ, ഇങ്ങനെ 4 രീതിയിലുള്ള സ്ട്രക്ചറുകളായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിൽ ലോവർ ലോയും ലോവർ ഹൈയുമാണ് മാർക്കറ്റ് സ്ട്രക്ചറിനെ ഒരു ബെയറിഷ് ആണ് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്ത് തരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബുള്ളിഷ് മാർക്കറ്റ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബുള്ളിഷിലേക്ക് മാർക്കറ്റ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഹൈ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഹൈ എപ്പോഴും നമ്മൾ പ്രോപ്പർ ആയിട്ട് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഹൈ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഫസ്റ്റ് ഹൈ, ഓക്കെ, ദെൻ ഈ ഹൈയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഈ ഹൈയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അപ്പൊ അത് ബ്രേക്ക് ചെയ്യുന്ന വരെ ചിലപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ഒക്കെ മൂവ് ചെയ്തേക്കാം, ഇങ്ങനെ ചെറിയ ചെറിയ സ്വിങ്ങുകളൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കാം. എന്നിട്ട് എപ്പോഴാണോ ഈ കാണുന്ന ഹൈയിനെ ബ്രേക്ക് ചെയ്യുന്നത്, ഓക്കെ, ഈ കാണുന്ന ഹൈയിനെ ബ്രേക്ക് ചെയ്യുന്നത്, അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ,
അതായത് ഹയർ ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഉണ്ടായിരുന്ന ഹൈനേക്കാൾ വലിയ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഹയർ ഹൈ ഫോം ചെയ്യുക. അപ്പൊ ഇവിടെ ഹയർ ഹൈ ഫോം ചെയ്തു. ദെൻ മാർക്കറ്റ് ഇങ്ങനെ വീണ്ടും പതുക്കെ താഴോട്ടേക്ക് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ താഴോട്ടേക്ക് വന്ന് വീണ്ടും പതുക്കെ ചെറിയ ചെറിയ സ്വിംഗ് ഒക്കെ ഉണ്ടാക്കി മുകളിലേക്ക് കയറി ഈ കാണുന്ന ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്തായി, ഈ കാണുന്ന ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഹയർ ഹൈ മാർക്കറ്റിൽ ഫോം ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു ഹൈ ഉണ്ടാവും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോകുമ്പോൾ ഒരു ഫസ്റ്റ് ഹൈ ഉണ്ടാവും. ആ ഫസ്റ്റ് ഹൈനെ മാർക്കറ്റ് എപ്പോഴാണോ ബ്രേക്ക് ചെയ്തുകൊണ്ട് അടുത്തൊരു സ്വിംഗ് ഉണ്ടാക്കുന്നത്, ആ സ്വിംഗ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഹയർ ഹൈ ഉണ്ടാവും. ദെൻ ആ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഹയർ ഹൈ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതിന്റെ ഇടയിൽ ഇതേപോലെ ചെറിയ ഹൈയും ലോയും നോർമൽ ആയിട്ട് ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ലോയും ക്രിയേറ്റ് ആവും. അപ്പോൾ ഹയർ ലോ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ഈ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തില്ലേ, ഈ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ലെവല്, മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ലെവല്, അതിനെയാണ് നമ്മൾ ഹയർ ലോ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ വന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലെ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3 ലോ ഉണ്ട് അല്ലെ. 3 ലോയിൽ ഏതോ ഒരു ലോയാണ് ഹയർ ലോ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ഈ ഒരു മൂവ്മെന്റിനെ നമ്മൾ കറക്ഷൻ എന്നാണ് പറയുക. ഓക്കെ, മുകളിലേക്കുള്ളത് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റും താഴേക്കുള്ളത് ഒരു കറക്ഷൻ. ഇമ്പൾസീവ്, കറക്ഷൻ, ഇമ്പൾസീവ്, കറക്റ്റീവ്, അങ്ങനെയാണ് മാർക്കറ്റ് പോവുക. അപ്പോൾ ഈ ഒരു കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കറക്ഷൻ എൻഡ് ചെയ്ത പോയിന്റിലായിരിക്കും മാർക്കറ്റ് അടുത്ത ഇമ്പൾസീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയി താഴേക്ക് വന്ന് ഇവിടെ എന്ത് സംഭവിച്ചു, അതിന്റെ കറക്ഷൻ അവസാനിച്ചു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു മൂവ്മെന്റ് പയ്യെ പയ്യെ ചെറിയ ചെറിയ ഹൈയും ലോയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ലോയിനെയാണ് നമ്മൾ ഹയർ ലോ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇവിടെ വരുമ്പോഴോ ഫസ്റ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു. ഇതില് ഈ മൂവ്മെന്റ് ഒരു കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ കണ്ടില്ലേ, ഈ ഒരു ലോയിനെയാണ് നമ്മൾ ഹയർ ലോ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഈ കറക്ഷൻ എൻഡ് ചെയ്ത് എവിടെയാ, ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതെന്തായി, നമുക്ക് ഹയർ ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി മറ്റൊരു സിനാരിയോയില് മാർക്കറ്റ് ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ വന്ന് ഇവിടെ വന്നു, ദെൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കയറുകയാണ്. ഓക്കെ, ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കയറുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മൾട്ടിപ്പിൾ സ്വിങ്ങുകൾ ഉണ്ടാവും. ഓക്കെ, മൾട്ടിപ്പിൾ സ്വിങ്ങുകൾ ഉണ്ട്. അപ്പൊ എത്ര സ്വിങ്ങുകൾ വന്നിട്ടുണ്ടെങ്കിലും അത് ജസ്റ്റ് ഹൈ ആൻഡ് ലോ മാത്രമായിരിക്കും. ഹയർ ലോ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഹയർ ഹൈ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ദെൻ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, സോ ഇത്തരത്തിലാണ് നമുക്കൊരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഹയർ ഹൈയും ഹയർ ലോയും പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് കോൺസെപ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് കോൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഇമ്പൾസീവ് മൂവ്മെന്റ്, കറക്റ്റീവ് മൂവ്മെന്റ്, ഇമ്പൾസീവ്, കറക്റ്റീവ്, ഇമ്പൾസീവ്, ഇത്തരത്തിലായിരിക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റും കൂടി ഉണ്ട്. മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, BOS നമ്മൾ പലപ്പോഴും ട്രേഡ് ചെയ്യുന്ന സമയത്ത് BOSും കൂടി എപ്പോഴും ചെക്ക് ചെയ്യും. കാരണം BOS വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു BOS ഫോം ചെയ്യുമ്പോൾ മാത്രമേ അതൊരു നല്ല വൃത്തിയുള്ള മാർക്കറ്റ് സ്ട്രക്ചർ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ BOS എങ്ങനെയാണ് പ്ലോട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മളുടെ ഹയർ ഹൈ ഉണ്ടല്ലോ, ബുള്ളിഷ് ട്രെൻഡിൽ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തായിട്ട് മാർക്ക് ചെയ്യുന്നത്, BOS, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, ദെൻ ഇതും എന്താണ്, നമ്മുടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ടത് ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് മാർക്ക് ചെയ്യുക. ക്ലിയർ? സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി ബെയറിഷ് എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സൽ എന്താണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോ
മാർക്കറ്റ് ബെയറിഷിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ ബെയറിഷിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലോ ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ്. സോ മാർക്കറ്റ് ഇങ്ങനെ ഒരു സ്വിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണ്. അപ്പൊ താഴോട്ടേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ വരാം, അതല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു മൈക്രോ ആയിട്ടുള്ള ലെവൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്വിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ലോയിനെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ ലോ ഫോം ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ലോവർ ലോ ഫോം ചെയ്തു. അപ്പൊ ലോവർ ലോ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് പതുക്കെ ഒരു കറക്ഷനിലേക്ക് പോകും. ഇങ്ങനെ പയ്യെ പയ്യെ ആയിരിക്കും പോവുക. അങ്ങനെ പോയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തി കഴിയുമ്പോൾ ആ കറക്ഷൻ എൻഡ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് പതുക്കെ താഴോട്ടേക്ക് ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, താഴോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് അടുത്ത ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ലോവർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ദെൻ വീണ്ടും മാർക്കറ്റ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ ചെറിയ ചെറിയ സ്വിങ്ങുകളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം, ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല എന്നും പറയാം. ഓക്കെ, ഇങ്ങനെ മാർക്കറ്റ് പോവുകയാണ്. ഓക്കെ, സോ ഇത്തരത്തിൽ മൂവ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് സ്ട്രക്ചർ മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ലോ ഉണ്ടാവും. ദെൻ ആ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലോവർ ലോ ഉണ്ടാവും. അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അടുത്ത ലോവർ ലോ ഉണ്ടാവും. അപ്പൊ എത്രത്തോളം ലോവർ ലോ ഉണ്ടാക്കുന്നു അത്രത്തോളം മാർക്കറ്റ് ട്രെൻഡിങ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ഒരു ഫസ്റ്റ് ലോ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ മാർക്കറ്റ് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇതിൽ നോക്കിക്കേ, ഇവിടെ കുറെ ലോയും ഹൈയും ഇങ്ങനെ ക്രിയേറ്റ് ആവുന്നുണ്ട് അല്ലേ? ചെറിയ ചെറിയ ലോയും ഹൈയും ഇങ്ങനെ ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ അത് ജസ്റ്റ് ലോ ജസ്റ്റ് ഹൈ എന്നുള്ള രീതിയിൽ മാത്രം വെക്കുക. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ്, ബെയറിഷിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ലോവർ ലോയും ലോവർ ഹൈയുമാണ്. ഓക്കെ, അപ്പൊ ലോവർ ഹൈ എങ്ങനെയാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒരു ലോവർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ പോട്ടെ ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണോ അവിടെയാണ് നമ്മൾ ഹയർ ലോ ആയിട്ട് മാർക്ക് ചെയ്യുക. അപ്പൊ മാർക്കറ്റ് നോക്കുക, ബെയറിഷ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് ഇതൊരു കറക്ഷൻ ആണ്. ഓക്കെ, ബെയറിഷ് മാർക്കറ്റിൽ ഇത് കറക്ഷനും ഇത് ഇമ്പൾസീവ് മൂവ്മെന്റും. ഓക്കെ, അപ്പൊ ആ ഒരു കറക്ഷൻ ഇങ്ങനെ പതുക്കെ മുകളിൽ പോയി ഒരു ഹൈ ഉണ്ടാക്കി, ലോ ഉണ്ടാക്കി, അടുത്ത ഹൈ ഉണ്ടാക്കി. ഈ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് പതുക്കെ താഴോട്ടേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ താഴോട്ടേക്ക് വന്ന് ലോവർ ലോ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു കറക്ഷൻ എൻഡ് ചെയ്ത പോയിന്റ് ഇതാ. അപ്പൊ ഈ ഒരു പോയിന്റിനെ വേണം നമ്മൾ എന്തായിട്ട് മാർക്ക് ചെയ്യാൻ? ലോവർ ഹൈ ആയിട്ട് മാർക്ക് ചെയ്യാൻ. ഇവിടെ നോക്കുമ്പോൾ ഏതായിരിക്കും? ഇങ്ങനെ വന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് പറ്റിയിട്ടില്ല. മാർക്കറ്റ് നേരെ താഴോട്ട് വന്ന് ബ്രേക്ക് ചെയ്തു അല്ലേ? അപ്പൊ എന്താണ് ഈ ഒരു ബെയറിഷ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. അപ്പൊ നമ്മളുടെ ലോവർ ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, അടുത്ത ലോവർ ഹൈ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ആയിരിക്കും, ഇതാ ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് കോൺസെപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ ഒരു ലോവർ ലോ ഉണ്ടാവും. വെയിറ്റ്, ലോവർ ലോ, അടുത്തത് ഇവിടെ ഒരു ലോവർ ലോ ഉണ്ടാവും. ദെൻ ഈ കാണുന്നത് ലോവർ ഹൈ, എഗെയിൻ ഈ കാണുന്നത് അടുത്ത ലോവർ ഹൈ. ഓക്കെ, സോ ഇതിന്റെ ഇടയിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കൂടി മാർക്ക് ചെയ്യണം. വളരെ സിമ്പിൾ ആണ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്ക് ചെയ്യാൻ, ഒരുപാട് തലപോക്കൊന്നും വേണ്ട. ബുള്ളിഷിലാകുമ്പോൾ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന സ്ഥലത്ത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വരും. ബെയർഷിലാകുമ്പോൾ ലോവർ ലോ ബ്രേക്ക് ചെയ്യുന്നിടത്ത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വരും. ഓക്കെ, പലപ്പോഴും ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് വരാറുള്ള സാധനമാണ് എവിടെയാണ് ഞാൻ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ജസ്റ്റ് ലോവർ ലോ ബ്രേക്ക് ചെയ്യുന്നിടത്ത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ടാവും, ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യുന്നിടത്തും ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇതിൽ എങ്ങനെയാണ് നമ്മളൊരു ട്രെൻഡ് റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്യുക? ഇതിപ്പോൾ നമ്മൾ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ട്രെൻഡും ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ട്രെൻഡുമാണ്. ഇതിൽ ട്രെൻഡ് റിവേഴ്സ് ചെയ്യുന്ന സിനാരിയോസ് ഉണ്ട് അല്ലേ? ട്രെൻഡ് എന്തായാലും റിവേഴ്സ് ചെയ്യണം. അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു ബെയറിഷ് ട്രെൻഡ് അവസാനിക്കണം, അല്ലെങ്കിൽ ഒരു ബെയറിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു ബുള്ളിഷ് ട്രെൻഡ് അവസാനിക്കണം. അപ്പൊ അതെങ്ങനെയാണ് നമ്മളൊരു പ്രോപ്പർ ട്രെൻഡ് റിവേഴ്സൽ ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ, ഇവിടെ നോക്കിയേ, മാർക്കറ്റ് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ എന്ന് പറയുന്ന ഒരു പ്യുവർ ബെയറിഷ് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോവർ ലോസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്ന ഏതാണ്? നമ്മുടെ ലോവർ ഹൈ മാത്രമാണ് അല്ലേ? അപ്പോൾ ആ ഒരു ലോവർ ഹൈയിലായിരിക്കും എന്തുണ്ടാവുക? ട്രെൻഡ് റിവേഴ്സ് ചെയ്യേണ്ട സംഭവം ഉണ്ടാവുക. അതായത് ഇത്രയേ ഉള്ളൂ, മാർക്കറ്റ് ഇങ്ങനെ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കി പോകുമ്പോൾ ഈ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ബ്രേക്ക് ചെയ്യാതെ നിൽക്കുന്നത് ഈ ഒരു ലോവർ ഹൈ മാത്രമാണ്. അപ്പൊ ഏറ്റവും അവസാനം ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലോവർ ഹൈനെ, ഓക്കെ ശ്രദ്ധിക്കുക, ബെയറിഷ് ട്രെൻഡിൽ ഏറ്റവും അവസാനം ക്രിയേറ്റ് ചെയ്ത ലോവർ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ മാർക്കറ്റ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റിൽ ഫോം ചെയ്യും. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, CH എന്ന് പറയും. ലൈക്ക്, 1 second. CH, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, ചോച്ച് എന്ന് പറയും. സോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യത വന്നു. എഗെയിൻ ഇവിടെ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ ഉണ്ടല്ലോ, അതായത് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാക്കി ഫസ്റ്റ് ഫോം ചെയ്യുന്ന ഹൈ, ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ഹൈ ആയി, എഗെയിൻ വീണ്ടും ഹയർ ഹൈ ഫോം ചെയ്തു, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് ലാസ്റ്റ് ലോവർ ഹൈ ആണ് ബുള്ളിഷിലേക്കുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ്, മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നന്നായിട്ട് മുകളിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പോയി ഹയർ ഹൈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോയി, എന്നിട്ട് അവസാനം ഒരു പോയിന്റ് എത്തിയപ്പോൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഹയർ ലോ, ഓക്കെ ഇതിപ്പോ ബെയറിഷിൽ നിന്ന് ബുള്ളിഷിലേക്ക് റിവേഴ്സ് ചെയ്തല്ലേ, ഇനി ബുള്ളിഷിൽ നിന്ന് ബെയറിഷിലേക്കും റിവേഴ്സ് ചെയ്യണം. അപ്പൊ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഹയർ ലോ നമ്മൾ നോക്കുക. ആ ഒരു ഹയർ ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ആയി. ഓക്കെ, ബെയറിഷിലേക്കുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഫോം ചെയ്യുന്നത് മാർക്കറ്റിലെ അവസാനത്തെ ഹയർ ലോയിലാണ്. ഓക്കെ, അവസാനത്തെ ഹയർ ലോ, ഇതൊരു ഹയർ ലോ ആണ്, ഇതൊരു ഹയർ ലോ ആണ്, ഇതൊരു ഹയർ ലോ ആണ്, ഇതൊരു ഹയർ ലോ ആണ്, ഇതാണ് അവസാനം ക്രിയേറ്റ് ചെയ്ത ഹയർ ലോ. ഈ അവസാനം ക്രിയേറ്റ് ചെയ്ത ഹയർ ലോ എങ്ങനെ മനസ്സിലാക്കുക? മാർക്കറ്റ് ഏറ്റവും അവസാനം ഉണ്ടാക്കിയ ഹയർ ഹൈന്റെ തൊട്ട് താഴെയുള്ള ഹയർ ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്നത് നമ്മളുടെ എന്തായി? ഫസ്റ്റ് ലോ ആയി, ബെയറിഷ് ട്രെൻഡിലേക്കുള്ള ഫസ്റ്റ് ലോ. ഈ ഫസ്റ്റ് ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ലോ ആയി, അടുത്ത ലോവർ ലോ ആയി, ലോവർ ഹൈ ആയി, ദെൻ ലോവർ ലോ ആയി, ലോവർ ഹൈ ആയി, മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലായിരിക്കും, ആ ട്രെൻഡ് അവസാനിക്കുന്നത് മറ്റൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലായിരിക്കും. ഇത് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി ടൈപ്പ് ചെയ്യാം. BOS ഫോം ചെയ്യുന്നത് എപ്പോഴും ഹയർ ഹൈനെയോ അതുപോലെ തന്നെ ലോവർ ലോയിനെയോ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഫോം ചെയ്യുന്നത് ലോവർ ഹൈനെയോ അതല്ലെങ്കിൽ ഹയർ ലോയിനെയോ ബ്രേക്ക് ചെയ്യുമ്പോൾ ആയിരിക്കും. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഈ സാധനം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് എക്സാക്ട് ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ ചാർട്ടിൽ കാണിച്ചുതരാം. അതിനു മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ മാർക്കറ്റ് സ്ട്രക്ചറിന് പ്രത്യേകിച്ച് ടൈം ഫ്രെയിമുകളൊന്നുമില്ല. 1 മിനിറ്റ് മുതൽ 1 ഡേ, 1 വീക്ക്, 1 മന്തിന്റെ ചാർട്ടിൽ വരെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ നോക്കാൻ പറ്റും. കാരണം അതെന്തുകൊണ്ട് എല്ലാ ടൈം ഫ്രെയിമിലും പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടൈം ഫ്രെയിമിലും ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, എല്ലാ ടൈം ഫ്രെയിമിലും അതിൻ്റെതായിട്ടുള്ള ട്രെൻഡുകളും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ സ്ട്രാറ്റജി വരുന്ന സമയത്ത് ആ ഒരു സ്ട്രാറ്റജിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ഫ്രെയിം ഏതാണോ ആ ടൈം ഫ്രെയിമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളുകളിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 അവർ ടൈം ഫ്രെയിം ആണ്. നമുക്ക് ഏത് ടൈം ഫ്രെയിമിലും മാർക്കറ്റ് സ്ട്രക്ചർ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം 1 അവർ ടൈം ഫ്രെയിം എടുക്കുകയാണ്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഓരോ പെയറിൽ വരുമ്പോഴും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ തോന്നും. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ ഓൾറെഡി ഒരു ബെയറിഷ് ട്രെൻഡ് തരുന്നുണ്ട്. അപ്പോൾ ബെയറിഷ് ട്രെൻഡ് തരുമ്പോൾ ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ എന്ന് പറഞ്ഞിട്ട് താഴ്ത്ത് വരികയാണ്. ആ വരുന്നതിന്റെ ഒപ്പം തന്നെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറുകളും പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിൽ ഫോം ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ബെയറിഷ് ട്രെൻഡ് ആണ്. ഓക്കെ, ലോവർ ലോ, ലോവർ ഹൈ എന്നുള്ള രീതിയിൽ വരിക. അങ്ങനെ ഇവിടെ വന്ന് ലാസ്റ്റ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് ഇവിടെയാണ്, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇവിടെയാണ്. മാർക്കറ്റ് നോക്കിയേ, നല്ല പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ചെയ്തു. ഒരു നല്ല ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആകുമ്പോൾ ഇതേപോലെ ഒരു ബ്രേക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു സ്ട്രോങ് ബ്രേക്ക് ആയിരുന്നു. ബ്രേക്ക് ചെയ്തതിനു ശേഷം മാർക്കറ്റ് നേരെ പോയത് ഇവിടേക്കാണ്. ഓക്കെ, ചെറിയ ചെറിയ സ്വിങ്ങുകളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അത്യാവശ്യം മേജർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് മാത്രം ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ വരെ മാർക്കറ്റ് പോയി ഒരു ഹയർ ഹൈ ഉണ്ടാക്കി, അതിൽ തന്നെ ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും ഉണ്ടാക്കി. ദെൻ മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് വന്നു, കറക്ഷൻ ആണ്. അപ്പൊ കറക്ഷൻ ഇവിടെ എൻഡ് ചെയ്തു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ടാക്കി. സോ ഹയർ ലോ, അടുത്ത ഹയർ ഹൈ, വീണ്ടും താഴോട്ട് ഇങ്ങനെ വന്ന് ഇവിടെയാണ് കറക്ഷൻ എൻഡ് ചെയ്തത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റിൽ മാർക്കറ്റ് അടുത്ത ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ടാക്കി. സോ ഇതൊരു ഹയർ ലോ, ഹയർ ഹൈ, വീണ്ടും ഹയർ ലോ ഉണ്ടാവുന്നു, ഹയർ ഹൈ ഉണ്ടാവുന്നു, വീണ്ടും ഹയർ ലോ ഉണ്ടാവുന്നു, ഹയർ ഹൈ ഉണ്ടാവുന്നു. പക്ഷേ ഇവിടെ നോക്കിയേ, മാർക്കറ്റ് ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടാക്കിയതിന് ശേഷം നേരെ വന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാക്കി. ഓക്കെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സലാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അവിടെ ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു സാധ്യത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ട്രെൻഡ് പ്രോപ്പറായിട്ട് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം, അടുത്ത ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പ്രോപ്പറായിട്ട് ഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാക്കി, പക്ഷെ അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കാതെ മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്തതോടുകൂടി ഇതെന്തായി, വീണ്ടും ട്രെൻഡ് ബുള്ളിഷായി അല്ലേ. ദെൻ ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ ഇതിനെയും നമ്മൾ ഹയർ ലോ ആയിട്ട് തന്നെയായിരിക്കും തൽക്കാലം കൺസിഡർ ചെയ്യുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ അനലൈസ് ചെയ്തത് 1 അവറിലെ ട്രെൻഡാണ്. ചിലപ്പോൾ 4 അവറിലെ ട്രെൻഡിൽ ചിലപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലെ ട്രെൻഡിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, പക്ഷേ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകും തോറും ഇത് ഇവിടെയൊക്കെ മൾട്ടിപ്പിൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. കാരണം ഇതിപ്പോൾ 1 അവറിൽ നിന്നുള്ളതിന് പകരം ഞാൻ ജസ്റ്റ് 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി. എന്താണ് കണ്ടോ, മാർക്കറ്റ് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അടിച്ച് ഇങ്ങനെ വന്ന് താഴേക്ക് വരുന്നു, ഇവിടെ അടുത്ത ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാക്കി മുകളിലേക്ക് പോകുന്നു, അടുത്തൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ ഉണ്ടാക്കുന്നു, അടുത്തത് ഇവിടെ ഉണ്ടാക്കുന്നു. അങ്ങനെ ഓരോ സ്വിങ്ങുകളിലും ലോവർ ടൈം ഫ്രെയിമുകളിലേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറുകളും മൾട്ടിപ്പിൾ ട്രെൻഡുകളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഹയർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് എന്താണോ ആ ട്രെൻഡിനെ ലോവർ ടൈം ഫ്രെയിമിലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടാൻ സാധിക്കും. ഓക്കെ, അതെപ്പോഴും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താക്കുക, കൂടുതലായിട്ട് ചാർട്ടുകൾ അനലൈസ് ചെയ്ത് മാർക്കറ്റ് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിൾ ആണ്, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. പിന്നെ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവും, പക്ഷേ ഗ്രാജുവലി ഇത് റെഗുലർ ആയിട്ട് നമ്മൾ ഓരോ കറൻസി പെയറുകൾ എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് വളരെ പ്രോപ്പർ ആയിട്ട് കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ ഞാനൊരു ബെയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടറും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ മാർക്കറ്റ് കൃത്യമായിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ ഫെയിലായി. വീണ്ടും മാർക്കറ്റ് പോയി ഹയർ ഹൈ, ഹയർ ലോ, അഗെയിൻ അടുത്ത ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. മാർക്കറ്റ് ഇവിടെ പ്രോപ്പറായിട്ട് ഒരു ബുള്ളിഷ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നോക്കുക. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നോക്കുക, മാർക്കറ്റ് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഈ ഒരു ലോയിനെ ഇവിടെ വൃത്തിയായിട്ട് ബ്രേക്ക് ചെയ്തു. എന്തുകൊണ്ട് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. 1 സെക്കൻഡ്. ഇവിടെ നോക്കുക, ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. മാർക്കറ്റ് പ്രോപ്പർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിന് പകരം കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ നോക്കിയാൽ വളരെ പ്രോപ്പറായിട്ട് മുകളിലേക്ക് ക്യാൻഡിൽ പോയി അതേപോലെ താഴോട്ടേക്ക് വന്നു, എന്നിട്ട് അഗെയിൻ വീണ്ടും അതിനെ കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടി നല്ല വോളിയത്തിൽ മാർക്കറ്റ് ഇവിടെ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. കുറച്ചും കൂടി കാണുമ്പോൾ ഒരു വൃത്തിയുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്, സോ ഇവിടെയാണ് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായത്.
HOCH. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നൊക്കെ ജസ്റ്റ് ബ്രേക്കോ സ്ട്രക്ചർ മാത്രമാണ്. ഇതൊരു ബ്രേക്കോ സ്ട്രക്ചർ. എഗെയിൻ നമുക്ക് ഇതിനടുത്ത ബ്രേക്കോ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ മാർക്കറ്റ് പോവുകയാണ്. ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായതിനു ശേഷം ഇവിടെ അടുത്തൊരു ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടായി. അപ്പോൾ ട്രെൻഡ് കുറച്ച് ബെയറിഷിലേക്ക് റിവേഴ്സ് ആയതുപോലെ നമുക്ക് മനസ്സിലായി. ദെൻ ഇവിടം വരെ വന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു ബ്രേക്കോ സ്ട്രക്ചർ ഒക്കെ ഇവിടെ ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് നോക്കുക. അയ്യോ, BOS. ഓക്കെ, BOS ക്രിയേറ്റ് ചെയ്തു, താഴോട്ട് വന്നു. എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് തിരിച്ചു കയറിയപ്പോൾ ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിനെ മാർക്കറ്റ് ബുള്ളിഷ് സൈഡിലേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബുള്ളിഷ് സൈഡിലേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റ് വീണ്ടും അടുത്തൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. മാർക്കറ്റ് മുകളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ മാർക്കറ്റ് എന്താണ്, അവിടെ ഫെയിലായി, വീണ്ടും താഴോട്ടേക്ക് വരികയാണ് അല്ലെ. വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് പയ്യെ വരികയാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തു. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ദെൻ മുകളിലേക്ക് പോയി, ലൈക്ക് ബുള്ളിഷിലേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാക്കി. പക്ഷേ അത് സസ്റ്റെയിൻ ആയില്ല. മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വന്നു. അപ്പൊ താഴോട്ടേക്ക് വരുന്ന പോയിന്റിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? വേണ്ട, ഇത് എടുക്കണ്ട. ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. ഓക്കെ, ഇവിടെ നോക്കുക. മാർക്കറ്റ് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബുള്ളിഷിലേക്ക് തന്ന് മുകളിലേക്ക് മാർക്കറ്റ് കയറി പോവാണ്. ഓക്കെ, സോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ബ്രേക്കോ സ്ട്രക്ചർ, അടുത്ത ബ്രേക്കോ സ്ട്രക്ചർ, ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോയി. പക്ഷെ ഇവിടെ അടുത്ത ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാക്കാൻ മാർക്കറ്റിന് പറ്റിയിട്ടില്ല. മാർക്കറ്റ് ഫെയിലായി. അപ്പൊ ആ ഫെയിലായ പോയിന്റിൽ മാർക്കറ്റ് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുന്നു. ഓക്കെ, ബെയറിഷിലേക്കുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് തരികയാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ വിക്ക് ബ്രേക്ക് ആണ്. ദെൻ അതിനുശേഷമുള്ള ഒരു കണ്ടിന്യൂവേഷൻ വെച്ചിട്ടാണ് നമ്മളത് ഒരു പ്രോപ്പർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, മാർക്ക് ചെയ്യട്ടെ. CHOCH, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, ദെൻ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്കോ സ്ട്രക്ചർ ഫോം ചെയ്യാണ്. അത് അടുത്തൊരു ബ്രേക്കോ സ്ട്രക്ചർ ഇവിടെ, ദെൻ അതിനുശേഷമുള്ള ബ്രേക്കോ സ്ട്രക്ചർ ഇവിടെ, ഈ ഒരു പോയിന്റിൽ, അതിനുശേഷമുള്ള ബ്രേക്കോ സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്തു, അതിനുശേഷമുള്ള ബ്രേക്കോ സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്തു. സോ ട്രെൻഡ് റിവേഴ്സലിന് ശേഷം മാർക്കറ്റ് നോക്കിയേ ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ എന്നുള്ള രീതിയിൽ മാർക്കറ്റ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബെയറിഷ് ട്രെൻഡ് ഫോളോ ചെയ്ത് തുടങ്ങി. കണ്ടോ, അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു ബെയറിഷ് ട്രെൻഡ് മാർക്കറ്റ് ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലാണ് നമ്മൾ ബുള്ളിഷ് ട്രെൻഡും ബെയറിഷ് ട്രെൻഡും മനസ്സിലാക്കുന്നത്. സോ മാർക്കറ്റ് ഇത്തരത്തിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം ഇതേപോലെ ബെയറിഷ് ട്രെൻഡ് തന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, പിന്നെ നമ്മൾ ഒരിക്കലും ബുള്ളിഷ് ട്രേഡിനെ കുറിച്ച് ചിന്തിക്കരുത്. ബെയറിഷ് ട്രേഡ് എടുക്കാൻ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടോ അത് മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ട്രേഡ് നമുക്ക് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയുള്ളൂ. ഇനി ചില പോയിന്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഇതേപോലെയൊക്കെയുള്ള ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കരുത്, മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കുക. ഓക്കെ, യെസ്. അപ്പൊ ഇത് കൂടുതലായിട്ട് നിങ്ങൾ ചാർട്ടിൽ അനലൈസ് ചെയ്ത് പഠിക്കുക. അങ്ങനെ അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ പഠിച്ച സാധനം പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാർക്കറ്റ് സൈഡിൽ വരും. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. അത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ചില സമയങ്ങളിൽ മാർക്കറ്റ് സ്ട്രക്ചർ വളരെ പ്രോപ്പർ ആണെങ്കിൽ പോലും മാർക്കറ്റ് എഗെയിൻസ്റ്റ് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന സിറ്റുവേഷനുകളിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പോയിട്ടുള്ളത് എന്നുള്ളത് കുറച്ചും കൂടി ഹയർ ടൈം ഫ്രെയിമും ലോവർ ടൈം ഫ്രെയിമും ഒക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് മാർക്കറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇംപ്രൂവ് ആകുകയും നല്ല എക്സ്പീരിയൻസ്ഡ് ട്രേഡർ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.